ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അതോടെ ചൂടേറിയ ചർച്ചയും ആരംഭിച്ചു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അഭിപ്രായവുമായി രംഗത്ത് വന്നു. സാധാരണക്കാർ അവരുടെ മീഡിയയായ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിവിധ വിഭാഗത്തിൽപ്പെട്ട വിദഗ്ധർ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ നിലപാടും അറിയിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിയമവകുപ്പ് മന്ത്രി പി രാജീവ് നിലപാട് പറഞ്ഞു. അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും എന്താണ് സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ, നടപടികൾ, ഇനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതും എന്നും വിശദീകരിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷമാകട്ടെ സർക്കാരിനെതിരെയുള്ള ആയുധമായി ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും എന്തിന് സർക്കാർ ഇത്രയും കാലം 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തിന് അടയിരുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ ചോദിച്ചിരിക്കുന്നത് പരാതിയില്ലാതെ കേസെടുക്കാൻ കഴിയില്ല എന്ന വാദം അപഹാസ്യമാണ് എന്നാണ്. എന്ന് വെച്ചാൽ സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്തുക, അത് പ്രതിപക്ഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ചർച്ചയും രാഷ്ട്രീയ വിവാദവുമായി ഇത് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സർക്കാരിന് നടപടി എടുത്തേ തീരൂ. സർക്കാരിന് ഒരു കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയേ തീരൂ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ വാർത്ത അനുസരിച്ച് പുറത്തുവിടാത്ത പേജുകളിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശവും കൂടിയുണ്ട് എന്നാണ്. ഈ ഉയർന്നു വന്ന പരാതികളെ കുറിച്ച് IPC 354 വകുപ്പ് പ്രകാരം കേസെടുക്കാം, നടപടി സ്വീകരിക്കാം എന്ന് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും പുറത്തുവിടാത്ത പേജുകളിലെ ഭാഗമായതുകൊണ്ട്, വാക്യങ്ങളായതുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞ ഒരു വിവരമായതുകൊണ്ട് അതിന് ആധികാരികതയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാം. പക്ഷേ അങ്ങനെയൊരു നിർദ്ദേശം ഉണ്ടെങ്കിൽ സർക്കാർ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടി വരും. അത് ചെയ്തില്ല എങ്കിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകും എന്ന കാര്യത്തിലും സംശയമേ ഇല്ല. അതുകൊണ്ട് നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുകയാണ്. ഇതിനൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീം സംഭവം അന്വേഷിക്കണം എന്നാണ്. അത്തരമൊരു അന്വേഷണം ആവശ്യമുണ്ടോ എന്ന് സംബന്ധിച്ച് സർക്കാർ ആലോചിക്കും. സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഏത് തരത്തിലുള്ള അന്വേഷണം വേണം എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇനിയൊരു ജുഡീഷ്യൽ അന്വേഷണം കൂടി ഈ റിപ്പോർട്ടിന് മുകളിൽ വേണമോ? ആരൊക്കെയാണ് കുറ്റക്കാർ, എന്തൊക്കെയാണ് പരാതികൾ, അത് സംബന്ധിച്ച് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, അതല്ലെങ്കിൽ ആരാണ് ഇതിൽ പ്രധാനമായും ആരോപണം ഉന്നയിച്ചവർ, ആ ആരോപണം ഉന്നയിച്ചവർക്ക് പരാതിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകണമോ എന്ന ചർച്ചകൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ പോലീസ് ടീമിനെ കൊണ്ട് അന്വേഷിക്കണമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. പോലീസ് ടീമിനെ കൊണ്ട് അന്വേഷിക്കണമെങ്കിൽ സ്വാഭാവികമായും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. നേരത്തെ തന്നെ DGPക്ക് ഈ റിപ്പോർട്ടിന്റെ കോപ്പി കൈമാറുകയും, എന്ന് വെച്ചാൽ പുറത്തു വിടുന്ന ഭാഗം കൈമാറുകയും, എന്തെങ്കിലും കേസെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്നു സർക്കാർ. എന്നാൽ പരാതി ഉയർന്നു വരാത്ത സാഹചര്യത്തിൽ, ഏതെങ്കിലും വ്യക്തിക്കെതിരെ ഒരു പരാതി പറയാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ക്രൈം ഇന്ന സ്ഥലത്ത് നടന്നിരുന്നു എന്ന് പറയാത്ത സാഹചര്യത്തിൽ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞുപോയി എന്നതല്ലാതെ കൃത്യമായും എനിക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്നൊരു അനുഭവം ഉണ്ടായത് എന്ന് തെളിവ് സഹിതം മൊഴി നൽകാത്ത സാഹചര്യത്തിൽ ഒരു കേസെടുക്കാൻ കഴിയില്ല എന്നാണ്. അതേപോലെ തന്നെ ആരാണ് മൊഴി നൽകിയത് എന്ന പേരും അവരുടെ വിലാസവും ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരമൊരു കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് നേരത്തെ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ, ഇതുവരെ ചർച്ചയായി വരുന്ന സാഹചര്യത്തിൽ എന്ത് നടപടി സർക്കാർ എടുത്തു, എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വന്ന സാഹചര്യത്തിൽ നിരവധി സ്ത്രീകളാണ് പീഡനത്തിന് ഇരയായിരിക്കുന്നത് എന്ന വിവരം പുറത്തു വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നിലനിൽക്കുന്നില്ല എന്നാണ് നിയമവിദഗ്ധർ തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്. പോലീസിന് പരാതിയില്ലാതെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാം. ഒരു കൊലപാതകം നടന്നു എന്ന് കേട്ടാൽ സ്വാഭാവികമായും പോലീസ് കേസെടുക്കേണ്ടതല്ലേ? പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കേസെടുക്കാതിരിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യം ഈ കേസിനകത്തും ഈ റിപ്പോർട്ടിനകത്തും ഉണ്ട്. അതുകൊണ്ട് കേസെടുക്കാൻ കഴിയും, കേസെടുക്കാൻ കഴിയില്ല, പരാതിയില്ല എന്ന് പറയുന്നത് നിലനിൽക്കില്ല എന്ന വാദം ഉയർന്നു വരുന്നുണ്ട്. ആ വാദം ശക്തിപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസെടുക്കേണ്ടി വരും. കേസെടുത്താൽ അതേക്കുറിച്ചുള്ള അന്വേഷണം ആര് നടത്തും എന്ന ചോദ്യം ഉയരുന്നു. അങ്ങനെ വന്നാൽ അതിന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതുപോലെ
ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ അന്വേഷണമാകട്ടെ എന്ന നിലപാടിലേക്ക് സർക്കാർ വരും എന്ന സൂചനകളും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്തിമ രൂപം സർക്കാർ എടുത്തിട്ടില്ല. എത്രത്തോളം ചർച്ചകൾ പോകുന്നു, ചർച്ചകൾ ശേഷം ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ എന്താണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലപാട് പറയട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കാം എന്ന നിലപാടിലേക്കാണ് സർക്കാർ പോകുന്നത്. ഏതായാലും അന്വേഷണം ഒഴിവാക്കണം എന്ന നിലപാട് സർക്കാരിനില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടാൽ ഏത് അന്വേഷണവും നടത്താൻ തയ്യാറാണ് എന്ന നിലപാട് സർക്കാരിനുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ചാടിക്കയറി അന്വേഷണം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അഭിപ്രായം പറയട്ടെ, അതിനുശേഷം എല്ലാം പരിഗണിച്ചതിന് ശേഷം ഒരു നിലപാടിലേക്ക് എത്താം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതിനു മുമ്പ് അമ്മയുടെ എന്ന് വെച്ചാൽ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ, അതേപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടന ഫെഫ്ക പോലെയുള്ള സംഘടന, അവരൊക്കെ ഇതിൽ അഭിപ്രായം പറയേണ്ടതുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു പൊതു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുക. അതുവരെ കാത്തിരിക്കും, നടക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, അന്വേഷണം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ വന്നിട്ടില്ല. അന്വേഷണം ആവശ്യമാണെങ്കിൽ നടത്താൻ തയ്യാറാണ്. അത് എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നത് സംബന്ധിച്ച് മാത്രമാണ് അന്തിമ തീരുമാനം എടുക്കാനുള്ളത്. അത് പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായം കൂടി കണക്കിലെടുത്ത് എല്ലാ സംഘടനകളുടെയും അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.